മാസ് ലുക്കിൽ തമിഴിലേക്ക് മെഗാസ്റ്റാർ. നീണ്ട 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂക്ക വീണ്ടും തമിഴിലേക്ക്. അമരൻ എന്ന സിനിമയ്ക്ക് ശേഷം സംവിധായകൻ രാജ്കുമാർ പെരിയസ്വാമി ഒരുക്കുന്ന പുതിയ സിനിമയിൽ ധനുഷിനൊപ്പമാണ് മമ്മൂക്ക അഭിനയിക്കുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് ശേഷം മമ്മൂക്കയുടെ കഥാപാത്രം എപ്രകാരമുള്ളതായിരിക്കും എന്ന ചർച്ചയിലാണ് സോഷ്യൽ മീഡിയ. D55 എന്ന താൽക്കാലികമായി പേരിട്ടിരിക്കുന്ന ഈ സിനിമയിൽ മമ്മൂക്ക 40 ദിവസത്തെ ഡേറ്റ് ആണ് നൽകിയിരിക്കുന്നത്. ധനുഷിനൊപ്പം തുല്യ പ്രാധാന്യമുള്ള റോളാണ് മമ്മൂക്കയ്ക്ക് എന്നാണ് റിപ്പോർട്ടുകൾ. ഈ മാസം അവസാനത്തോടെ മമ്മൂക്ക സിനിമയിൽ ജോയിൻ ചെയ്യും. ചിത്രത്തിൽ 15 കോടി രൂപ അദ്ദേഹത്തിന് പ്രതിഫലമായി ഓഫർ ചെയ്തുമെന്നുമാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ഇതിൽ സ്ഥിരീകരണമൊന്നും വന്നിട്ടില്ല. ബിഗ് എം ഒരു കഥ സെലക്ട് ചെയ്യുമ്പോൾ അത് ചരിത്രമായി മാറുന്നു എന്ന ക്യാപ്ഷനോടെയാണ് നിർമ്മാതാക്കൾ മമ്മൂക്കയുടെ ഫോട്ടോ പങ്കുവച്ചത്. സായി പല്ലവി, ശ്രീലീല എന്നിവരാണ് നായികമാരായെത്തുന്നത്. മാരി 2-ന് ശേഷം സായി പല്ലവിയും ധനുഷും ഒന്നിക്കുന്നെന്ന പ്രത്യേകതയുമുണ്ട്. കമ്മത്തൻ സിനിമയിൽ ധനുഷ് അതിഥി വേഷത്തിലെത്തിയിരുന്നെങ്കിലും ഇരുവരും ഒന്നിക്കുന്ന പൂർണ്ണ രൂപത്തിലുള്ള ആദ്യ ഫിലിമാണിത്. വൈറൽ ഗാനങ്ങളിലൂടെ ശ്രദ്ധേയനായ സായി അഭ്യങ്കറാണ് സിനിമയ്ക്ക് സംഗീതമൊരുക്കുന്നത്. സായിയുടെ BGMൽ മമ്മൂക്കയുടെ മാസ് ഫൈറ്റ് സീനുകൾ കാണാൻ സാധിക്കുമോ എന്ന ആകാംക്ഷയിലാണ് മമ്മൂക്ക ആരാധകർ. നിലവിൽ മമ്മൂക്ക അടൂറിനൊപ്പം പദയാത്ര എന്ന സിനിമയുടെ ഷൂട്ടിലാണ്. ഫോട്ടോഗ്രാഫർ എന്ന മോഹൻലാൽ സിനിമയിൽ ബാലതാരമായി അഭിനയിച്ച് ആദ്യ സിനിമയിലൂടെ തന്നെ സംസ്ഥാന അവാർഡ് വാങ്ങിയ മണി വേഷമിടുന്ന 4ാമത്തെ സിനിമ കൂടിയാണ് പദയാത്ര. മമ്മൂക്കയോടൊപ്പം അങ്കിൾ എന്ന സിനിമയിൽ മണി അഭിനയിച്ചിട്ടുണ്ട്. നിലവിൽ കോതമംഗലത്തെ പൂയംകുട്ടിയാണ് ലൊക്കേഷൻ. അടുത്ത ലൊക്കേഷൻ തിരുവനന്തപുരം, വയനാടുമാണ്. മാർച്ച് പകുതിയോടെ പദയാത്ര പാക്കപ്പ് ആകും. ഡോക്ടറുടെ വേഷത്തിൽ മമ്മൂക്ക എത്തുന്ന സിനിമയിൽ ഗ്രേസ് ആന്റണിയാണ് പ്രധാന സ്ത്രീ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. ഫെബ്രുവരി അവസാനത്തോടെ പദയാത്രയിലെ മമ്മൂക്കയുടെ ഭാഗങ്ങൾ പൂർത്തിയാക്കുകയും തുടർന്ന് അദ്ദേഹം ധനുഷ് സിനിമയുടെ സെറ്റിൽ ജോയിൻ ചെയ്യുമെന്നുമാണ് അറിയുന്നത്. ചെന്നൈയും തേനിയുമാണ് D55ന്റെ പ്രധാന ലൊക്കേഷൻ. കൂടുതൽ അറിയിപ്പുകൾക്കായി കാത്തിരിക്കാം.